ഒരു കാലത്ത് പകർച്ചവ്യാധി പിടിപെട്ട് ഒരു ദേശം മുഴുവൻ ഭീതിയിലും കണ്ണീരിലുമായി. ആ സമയത്ത് ഒരമ്മ തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ അവൾ ഒരു ദേവീക്ഷേത്രത്തിന്റെ തിരുനടയിലെത്തി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ക്ഷേത്രനടയിൽ നിന്നൊരു ചെറിയ മണിയെടുത്തു. അടുത്തുള്ള പുണ്യമായ പേരാൽ വൃക്ഷത്തിൽ അവൾ ആ മണി കെട്ടി. അമ്മേ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് വിങ്ങിപ്പൊട്ടി അവൾ പ്രാർത്ഥിച്ചു. ആ പേരാലിൽ കെട്ടിയ മണി കാറ്റിനൊപ്പം മൃദുവായി മുഴങ്ങി. ആ ശബ്ദം കേട്ട് ദേവി കണ്ണു തുറന്നു. അവളുടെ പ്രാർത്ഥന ദേവി കേട്ടു. പതുക്കെ രോഗവും ദുഃഖവും ആ നാട്ടിൽ നിന്ന് മാറി. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിൽ കൊടിയേറും സമയം കൊടിമരത്തിൽ നിന്നൊരു മണി അപ്രതീക്ഷിതമായി താഴെ വീണു. അതെടുത്ത തിരുമേനി അടുത്തുള്ള അതേ പേരാൽ വൃക്ഷത്തിൽ ആ മണി കെട്ടി. അത്ഭുതമായി. അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. അതിനുശേഷം ഇന്നും പന്മന ചവറയിലെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു തരുന്ന മണി പേരാലിന് 7 പ്രദക്ഷിണം ചെയ്ത് ഭക്തിപൂർവം കെട്ടിപ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാവാം ഇന്നും ആ പേരാൽ വൃക്ഷം 100 കണക്കിന് മണികളുടെ ശബ്ദത്തിൽ ഭക്തിയുടെ ഒരു അത്ഭുത രഹസ്യം പോലെ നിൽക്കുന്നത്.